ശ്രീ ശിവരാമൻ, ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല, എത്രയോ ആയി, പ്രത്യേകിച്ച് ഇടുക്കിയിൽ തന്നെ ഈ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത് ഇന്നോ ഇന്നലെയോ അല്ല നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ചർച്ചകൾ ഉണ്ടാകും, യോഗം വിളിക്കും. അതിനപ്പുറം അവിടെയുള്ള മനുഷ്യരുടെ ജീവനോപാധി സംരക്ഷിക്കാനുള്ള കാര്യക്ഷമമായ ഇടപെടലുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാവാതെ പോകുന്നത്? തീർച്ചയായും കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാവണം, നടപടികൾ ഉണ്ടാവണം. ഒരാളുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ഇടവിട്ട് കാട്ടാനകളുടെ ആക്രമണത്തിൽപ്പെട്ട് മനുഷ്യൻ മരിക്കുന്നുണ്ട്. ഒരു ജീവിതമാണ് തകർന്നു പോകുന്നത്. പ്രതിരോധ നടപടികളെ കുറിച്ചെല്ലാം പറയുന്നുണ്ടെങ്കിലും അത് വേണ്ടത്ര ഫലപ്രദമാകുന്നില്ല. ഇപ്പോ മുള്ളരിങ്ങാട് ആദ്യത്തെ സംഭവമാണിത്. ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഇതുണ്ടായിട്ടുണ്ട്. ഒരു നഷ്ടപരിഹാരം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഗവൺമെന്റ് വളരെ ജാഗ്രതയോടുകൂടി ഗൗരവബോധത്തോടെ ഈ വന്യമൃഗ ശല്യങ്ങളിൽ നിന്നും പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അത് സ്വീകരിച്ചേ പറ്റൂ. വാക്കുകൾ കൊണ്ട് പറഞ്ഞതുകൊണ്ട് സ്ഥലമാണ് താങ്കൾക്ക് പരിചയമുള്ള ഒരു പ്രദേശം കൂടി, അതുകൊണ്ട് ചോദിക്കുക. ഇപ്പം നമ്മൾ അവിടെയുള്ള ഈ ആശുപത്രിയിലേക്ക് എത്തിയ പ്രദേശവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, പേരിനൊരു ഫെൻസിംഗ് ഉണ്ട്. അത് ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും എല്ലാ സ്ഥലത്തും ഇല്ല. വളരെ ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് മാത്രമാണ് ഫെൻസിംഗ് ഉള്ളത്. ഒന്ന്. രണ്ടാമത്, ഈ രാത്രിയാകുമ്പോഴൊക്കെ അതിന്റെ ഈ വോട്ട് കുറയണം, 7-7.5 വോട്ടൊക്കെ ഉണ്ട്, കഷ്ടി ഉണ്ടാകുമെന്നാണ് ആളുകൾ പറയുന്നത്. അപ്പം ആന വന്നാൽ പോലും ആ ഫെൻസിംഗ് കൊണ്ട് ഒരു ഉപയോഗവുമില്ല. അല്ല, അത് വനാതിർത്തി പൂർണ്ണമായും ഫെൻസിംഗ് കൊണ്ട് വേലി കെട്ടണം. വനാതിർത്തി പൂർണ്ണമായും ഏതെങ്കിലും കുറെ ഭാഗം മാത്രമാണ് പോരാ. അത് മാത്രമല്ല, ഫെൻസിങ്ങും ചിലപ്പോൾ പരാജയപ്പെടുന്നുണ്ട്. ഈ കാട്ടാനകൾ വലിയ മരങ്ങൾ പിഴുത് ഈ വേലിക്ക് പുറമെ ഇടുന്നുണ്ട്. അപ്പൊ അത്തരം സംഭവങ്ങളും തടയാൻ കഴിയണം. അതിന് ട്രെഞ്ച് കുഴിക്കുകയോ അത്തരം മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യണം. നിരന്തരമായ സർക്കാർ ഇടപെടലുകളും പ്രതിരോധ നടപടികളും ഈ കാര്യത്തിൽ ഉണ്ടായേ പറ്റൂ. ഒരു മരണം ഉണ്ടാകുമ്പോൾ മാത്രം ദുഃഖം പ്രകടിപ്പിക്കുകയും നഷ്ടപരിഹാരം കൊടുക്കുകയും ഉടൻ കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് പറയുകയും ചെയ്തിട്ട് കാര്യമില്ല. അത് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. ശരി, വളരെയധികം നന്ദി. മുതിർന്ന CPI നേതാവ് KK ശിവരാമനാണ് പ്രതികരിച്ചത്.